ഒത്തിരി പ്രമുഖ വ്യക്തികൾ വിളിച്ചു പറഞ്ഞു ഇയാളെ ഭയങ്കരമായി സൂക്ഷിക്കണം, ഇതിൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളെ അപായപ്പെടുത്താൻ പോലും ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായി സൈബർ അറ്റാക്കിങ്ങിലേക്ക് വിടാനുള്ള ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന്. ഞാൻ ഒരു 4 മാസം മുമ്പ് പങ്കെടുത്ത ഒരു പ്രോഗ്രാമിലാണ് എനിക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അത് ഒരു കുന്തി ദേവി എന്ന പദപ്രയോഗം മാത്രമല്ല അവിടെ സംഭവിച്ചേക്കുന്നത്. ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പ്രതികരിക്കാൻ പറ്റും? സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? ഇത് മോശമായി എന്ന് എനിക്ക് പറയാം, ഡെഫിനറ്റ്ലി പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്, ഹണി ഞാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയാണ്, നിങ്ങളത് മോശമാക്കി ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണെന്ന് അദ്ദേഹം പറയും. പക്ഷെ ആ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന ഉടനെ നമ്മളെ ഇതിൽ ഇൻവൈറ്റ് ചെയ്ത മാനേജറുണ്ട്, അദ്ദേഹത്തെ വ്യക്തമായി നമ്മൾ വിളിച്ച് അറിയിച്ചിരുന്നു, ഇത് മോശമായി പോയി ഈ പെരുമാറ്റം, ഞങ്ങൾക്കിനി ഈ പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു. അവര് ഇപ്പൊ നമ്മളൊരു ഇനാഗ്രൽ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കണ്ണാടിയുടെ മുമ്പിൽ നോക്കി ഒരുങ്ങി എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആ ഒരു വസ്ത്രവുമായിട്ട് മുമ്പോട്ട് പോകുന്നത്, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത്. കാരണം ഞാൻ അറിയുക പോലുമില്ല ഈ വീഡിയോസ് എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത്. അതിന്റെയൊക്കെ ടാഗ് ലൈൻ പോലും ഭയങ്കര മോശമായിട്ടുള്ളതാണ് വരുന്നത്. പലതും തുറന്നു നോക്കാറ് പോലും ഇല്ല എന്ന് ഞാൻ പറയുന്നത് പുച്ഛത്തോടെ തള്ളുന്നു എന്ന് പറയുമ്പോഴും ഞാൻ തുറന്നു നോക്കാറില്ല. കാരണം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാകും. ഇന്നും പറഞ്ഞ അദ്ദേഹം ആ ശരീരത്തിന്റെ കൈകൊണ്ട് ജസ്റ്റേഴ്സ് കാണിച്ച്, എന്റെ ശരീരഭാഗത്തിന്റെ ജസ്റ്റർ പോലും കാണിച്ചിട്ടാണ് ഇദ്ദേഹം ആ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്, അത്രയും മോശമായിട്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്നെ പുറകെ നടന്ന്, ഞാൻ ഇൻഫോം ചെയ്തിട്ടും പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. അതൊരു നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അദ്ദേഹത്തെ പോലെ അതേ മനോവൈകല്യമുള്ള ആളുകളിലേക്ക് ഒരു പദപ്രയോഗം നടത്തി എന്നെ അങ്ങ് ഇട്ടുകൊടുക്കുക, ഇനി നിങ്ങൾ ശരിയാക്കിക്കോ, ഇതാ ഞാൻ തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ. അത് ഇതുവരെയും ഈ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വരുന്നത് വരെയും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചേക്കുന്നത്. ഞാൻ പണം വാങ്ങിച്ച് തന്നെയാണ് ബോബി ചെമ്മണ്ണൂറിന്റെ പ്രോഗ്രാമിന് പോയേക്കുന്നത്, ഒരു ഡൗട്ടും വേണ്ട. ആരും എനിക്കോ അല്ലെ എന്നെ പോലുള്ള മറ്റ് സെലിബ്രിറ്റീസ്, ഇനോഗ്രേഷൻ ചെയ്യുന്ന സെലിബ്രിറ്റീസിന് ഒരു ഔദാര്യം ചെയ്തു കൊടുക്കുന്നതല്ല. അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്റെ പൈസ മേടിച്ചു വന്നതുകൊണ്ട് എന്തും എനിക്ക് പറയാമെന്നുള്ള അതൊക്കെ അതങ്ങ് കയ്യിൽ വെക്കുകയുള്ളൂ. നിന്ന് തന്നെ, കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ അതേ മനോനിലയുള്ള ആളുകൾ. ആ വ്യക്തിയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇനി എനിക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് ഞാൻ നേരിടാൻ ഒരുക്കമായിട്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മള് കുറെ നാളുകളായിട്ട് ഞാൻ ഈ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് 1-2 വർഷമല്ല, എനിക്ക് തോന്നുന്നു കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം മുഴുവൻ ഇത് സൈബർ ബുള്ളിയിങ്ങിനും ബോഡി ഷെയ്മിങ്ങിനും സ്ലട്ട് ഷെയ്മിങ്ങിനും ഒക്കെ ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പലപ്പോഴും ഞാൻ അനുഭവിച്ചേക്കുന്ന ഈ സോഷ്യൽ മീഡിയ കമന്റ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളിടുന്ന ഒരു പോസ്റ്റിന്റെ ഭാഗമായിട്ട് ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഇനാഗ്രൽ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കണ്ണാടിയുടെ മുമ്പിൽ നോക്കി ഒരുങ്ങി എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആ ഒരു വസ്ത്രവുമായിട്ട് മുമ്പോട്ട് പോകുന്നത്, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ ഞാനിടുന്ന എന്റെ റീലുകളോ ഞാൻ എടുക്കുന്ന വീഡിയോകളിലോ ഒന്നും എനിക്ക് അങ്ങനെ ഒരു വളരെ വൾഗറായിട്ട് ഒരു ശതമാനം പോലും തോന്നാത്തത് കൊണ്ട് തന്നെയാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ചടങ്ങിന് ആയിരക്കണക്കിന് ആളുകൾ വരാറുണ്ട്. അവരുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോണുകളുണ്ട്, ക്യാമറകളുണ്ട്. അവരെടുക്കുന്ന ആംഗിളുകളിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ അറിയുക പോലുമില്ല ഈ വീഡിയോസ് എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത്. അതെല്ലാം പബ്ലിഷ് ചെയ്യുകയും അതെല്ലാം റിലീസ് ചെയ്യുകയും അതിനുശേഷം അതിന്റെയൊക്കെ ടാഗ് ലൈൻ പോലും ഭയങ്കര മോശമായിട്ടുള്ളതാണ് വരുന്നത്. അപ്പൊ ഇതൊരു ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് എന്നെ പോലുള്ള സ്ത്രീകൾക്കെതിരെ, എന്റെ കൊളീഗ്സ് ആയിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളും അനുഭവിക്കുന്ന ഇങ്ങനത്തെ ഒരു ആക്രമണമാണ്. ഇതെല്ലാം പലപ്പോഴും ഞാൻ പൂർണ്ണ ബോധ്യത്തോടെ മനസ്സിലാക്കിയിട്ടും ഒരു പ്രശ്നത്തിലേക്ക്, ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ പലതും തുറന്നു നോക്കാറ് പോലും ഇല്ല എന്ന് ഞാൻ പറയുന്നത് പുച്ഛത്തോടെ തള്ളുന്നു എന്ന് പറയുമ്പോഴും ഞാൻ തുറന്നു നോക്കാറില്ല. കാരണം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാകും, എനിക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാനത് ആരെങ്കിലും എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ പറയും എനിക്ക് ഇങ്ങനെയുള്ളത് അയക്കണ്ട, എനിക്ക് നോക്കാനാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ കിടക്കുന്നുണ്ട്, അത് ഞാൻ നോക്കാതെ ഇരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ മാറുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത്രയും നാളും. ഞാൻ ഒരു 4 മാസം മുമ്പ് മിസ്റ്റർ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ ഒരു കുറേ വർഷങ്ങളായിട്ട്, ഞാനിപ്പോ ഒരു 20 വർഷമായി സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. അപ്പൊ അത്രയും കാലയളവായിട്ട് തന്നെ ഞാൻ ഒത്തിരി ഇനോഗ്രൽ ഫംഗ്ഷൻസ് ചെയ്യാറുണ്ട്, 1-2 അല്ല, കുറേ ഉണ്ട്. അപ്പം ഈ പല ബ്രാൻഡുകളുടെയും ഭാഗമായിട്ട് ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആളുകളെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട്.
അപ്പം ഈ വ്യക്തിയുടെ ഇനോഗ്രൽ ഫംഗ്ഷനും ഞാനൊരു 5-6 എണ്ണം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവും. അന്നൊന്നും എനിക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഈ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടില്ല. ഞാൻ ഒരു 4 മാസം മുമ്പ് പങ്കെടുത്ത ഒരു പ്രോഗ്രാമിലാണ് എനിക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അത് ഒരു കുന്തി ദേവി എന്ന പദപ്രയോഗം മാത്രമല്ല അവിടെ സംഭവിച്ചേക്കുന്നത്, പല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറം പല ഡയലോഗുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ആ സമയം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ഒരു സദസ്സാണ്. അത്രയും ചാനൽ മീഡിയ പ്രവർത്തകരുമുണ്ട് അവിടെ. അപ്പൊ നമുക്ക് ഞാൻ പ്രതികരിക്കുന്നത് ഞാൻ ചോദിക്കാം, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പ്രതികരിക്കാൻ പറ്റും? സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? അത് മോശമായി എന്ന് എനിക്ക് പറയാം, ഡെഫിനറ്റ്ലി പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്, ഹണി ഞാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയാണ്, നിങ്ങളത് മോശമാക്കി ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണെന്ന് അദ്ദേഹം പറയും. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആയിരുന്നില്ല അത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രോഗ്രാമിൽ പോകുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു ഡെക്കോറം ഉണ്ട്. അത് എപ്പോഴും പാലിച്ചിട്ട് തന്നെയാണ് ഞാൻ പോകാറുള്ളത്. പക്ഷെ ആ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന ഉടനെ നമ്മളെ ഇതിൽ ഇൻവൈറ്റ് ചെയ്ത മാനേജറുണ്ട്. അദ്ദേഹത്തെ വ്യക്തമായി നമ്മൾ വിളിച്ച് അറിയിച്ചിരുന്നു, ഇത് മോശമായി പോയി ഈ പെരുമാറ്റം, ഞങ്ങൾക്കിനി ഈ പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞും ഞാൻ മാത്രം പങ്കെടുക്കുന്നു എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമില്, ഇദ്ദേഹത്തിന്റെ ബ്രാൻഡുമായിട്ട് ഒന്നും യാതൊരു രീതിയിലുള്ള കണക്ഷനും ഇല്ലാത്തൊരു പ്രോഗ്രാമില് അതിന്റെ തലേ ദിവസം മാത്രം ഇദ്ദേഹത്തിന്റെ ഒരു പ്രൊമോ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ വ്യക്തിയും കൂടി അവിടെ വരുന്നുണ്ടെന്ന്. ആ പ്രൊമോ വീഡിയോ പോലും ഭയങ്കര മോശമായിട്ട് എന്റെ ശരീരത്തെ പറ്റി അനാവശ്യം പറഞ്ഞിട്ടേക്കുന്ന ഒരു വീഡിയോയാണ്. ആ പ്രോഗ്രാം എങ്ങനെ ഞാൻ കമ്മിറ്റ് ഇദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു ഞാൻ കമ്മിറ്റ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ അറിയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി. നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു വർക്ക് എത്തിക്സ് ഉണ്ട്. അപ്പൊ ഒരിക്കലും അതിൽ നിന്ന് മാറാൻ പറ്റില്ല. ആ പ്രോഗ്രാമിലും ഇദ്ദേഹം അതും ഇതുമൊക്കെ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നീട് ഇദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം എനിക്ക് വരികയാണ്. അതായത് മിസ്റ്റർ ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറി ഷോറൂമിന്റെ ഇനോഗ്രേഷനെ വീണ്ടും വിളിക്കുന്നു ഈ മാനേജർ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യില്ല, ഈ വ്യക്തിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും ഇനി മുമ്പോട്ട് പോവില്ല. അത് മാത്രമല്ല, വ്യക്തമായിട്ട് നിങ്ങൾ പറയണം, ഇത് ഭയങ്കര മോശമായിരുന്നു, ഈ ഇദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റം, എന്റെ പേര് പലയിടത്തും മെൻഷൻ ചെയ്യുന്നു, മോശമായിരുന്നു, ഇത് അറിയിക്കണം എന്ന് വീണ്ടും പറയുന്നു. ഇദ്ദേഹം അറിയിക്കുമെന്ന് പറഞ്ഞു. ഇദ്ദേഹം അറിയുകയും ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞ ചാനലിൽ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹണി ഇത് അറിയിച്ചില്ലേ? അപ്പം പറയുന്നുണ്ട്, മാനേജർ പറഞ്ഞായിരുന്നു അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇത് അറിഞ്ഞിട്ടും ഈ വ്യക്തി പല മീഡിയ പ്ലാറ്റ്ഫോമിലും പിന്നെ പ്രസ് മീറ്റിലും ഒക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മീഡിയ പ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയാണ്, ഞാൻ നടിയെന്നല്ലേ വിളിച്ചുള്ളൂ, ഇന്ന വാക്ക് വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. വീണ്ടും വീണ്ടും ശരീരഭാഗത്തെ പറ്റി സംസാരിക്കുകയാണ്. ഈ ലാസ്റ്റ് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന ഒരു ഇന്റർവ്യൂ, അതെനിക്ക് തോന്നുന്നു ഒരാഴ്ച കണ്ടായിട്ടേ ഉള്ളൂ, ഇപ്പോഴും അതിന്റെ വീഡിയോസ് കറങ്ങി നടക്കുന്നുണ്ട്. വന്നേക്കുന്നതില് ഇദ്ദേഹം വീണ്ടും ഇതേ സാധനം അതിന്റെ ഏറ്റവും കൂടുതൽ മൂർച്ചയോടെ ഇട്ടേക്കുവാണ്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇതും ആളുകൾ ഇത് മോശമായി കരുതില്ലെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതിനെ ഡബിൾ മീനിങ്ങിലോ ട്രിപ്പിൾ മീനിങ്ങിലോ കാണാം. ഞാൻ ഇന്നും പറഞ്ഞ അദ്ദേഹം ആ ശരീരത്തിന്റെ കൈകൊണ്ട് ജസ്റ്റേഴ്സ് കാണിച്ചിട്ട്, ശരീരഭാഗത്തിന്റെ ജസ്റ്റർ പോലും കാണിച്ചിട്ടാണ് ഇദ്ദേഹം ആ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്, അത്രയും മോശമായിട്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്നെ പുറകെ നടന്ന്, ഞാൻ ഇൻഫോം ചെയ്തിട്ടും പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. അതൊരു നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ വ്യക്തമായിട്ട് പോലീസ് കേസ് ഫയൽ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. കാരണം ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് അദ്ദേഹം പല സ്ഥാപനങ്ങൾക്കും പരസ്യം നൽകുന്നയാളാണ്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് അടക്കം പരസ്യം നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്കെതിരെ സമൂഹത്തിൽ ഇത്രയും ഹോൾഡ് ഉള്ള ഒരാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ എന്തായാലും ചില സംശയങ്ങൾ ഉള്ളിലുണ്ടാകാം. ഇത് എങ്ങനെയായിരിക്കും ഇനി ബാധിക്കാൻ പോകുന്നത്, ആരൊക്കെ കൂടെ നിൽക്കും? സംശയങ്ങൾ മാത്രമല്ല, നമ്മളെ ഒത്തിരി പ്രമുഖ വ്യക്തികൾ വിളിച്ചു പറഞ്ഞു, ഇയാളെ ഭയങ്കരമായി സൂക്ഷിക്കണം, ഇതിൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളെ അപായപ്പെടുത്താൻ പോലും ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായി സൈബർ അറ്റാക്കിങ്ങിലേക്ക് വിടാനുള്ള ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടും ഉറച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ് കേസ് ഫയൽ ചെയ്ത് മുമ്പോട്ട് പോകാം എന്നുള്ളത്. എനിക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ട്
ശരിക്കും പറഞ്ഞാൽ ഹ്യൂജ് സപ്പോർട്ടാണ്. അത് കാണുമ്പോഴേ എന്താണ് ഫീൽ? കാരണം ഭയങ്കര സന്തോഷം. അത് എല്ലാ സമൂഹത്തിന്റെ പല തലത്തിൽ നിന്നും എല്ലാ ഉന്നതരായ വ്യക്തികളും വിളിച്ചു. അത് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ മുഖ്യമന്ത്രിയെ വിളിച്ച് അദ്ദേഹത്തിനോട് ഒരു അവസരം ചോദിച്ച് സംസാരിച്ച് എന്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ കേസ് ഫയൽ ചെയ്ത ഉടനെ അപ്പം അദ്ദേഹം എനിക്കൊരു ഉറപ്പ് നൽകിയിരുന്നു. ഞാൻ കൃത്യമായ നടപടി എടുക്കാം എന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹം നൽകി. ഞാൻ DGP സർ മനോജ് എബ്രഹാം സാറിനെ വിളിച്ചു പറഞ്ഞു, മറ്റ് പോലീസ് ഒഫീഷ്യൽസിനെ എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞ് അവരെല്ലാം അതിനൊരു ഉറപ്പ് നൽകിയിരുന്നു. അപ്പൊ അതിന് നമ്മുടെ ഗവൺമെന്റിലും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ആ നിയമവ്യവസ്ഥയിലും എനിക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയില്ലേ, ഒത്തിരി ആളുകൾ എന്റെ ഇൻഡസ്ട്രിയിൽ നിന്നും എന്റെ കൊളീഗ്സ് അല്ലെങ്കിൽ അമ്മയുണ്ട്, WCC ഉണ്ട്, FEFK ഉണ്ട്, അങ്ങനെ എല്ലാ അസോസിയേഷൻസിന്റെയും പിന്തുണ നൽകി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പിന്തുണ അവര് വിളിച്ചു നൽകിയിരുന്നു. അങ്ങനെ എല്ലാ അസോസിയേഷന്റെയും ഭാഗത്തുനിന്നുണ്ട്. അതേപോലെ തന്നെ പൊളിറ്റീഷ്യൻസ്, അതായത് പാർട്ടി ഭേദമന്യേ എല്ലാ ആളുകളും വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മളിപ്പോ ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ സാധാരണ ചേച്ചിമാരുണ്ട്, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന സാധാരണ വീട്ടമ്മമാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരിങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് മോളെ അടിപൊളിയായിരുന്നു കേട്ടോ, അത് വേണമെന്ന് പറയുമ്പോ അവരുടെ ആ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് അത് വേറൊരു സന്തോഷം അത് കിട്ടുന്നത്. എന്റെ ലൈഫിൽ എനിക്ക് ഫസ്റ്റ് ടൈം അത് കാണാൻ പറ്റുന്നത്. ഭയങ്കര ഹാപ്പിയാണ് അത് കാണുമ്പോൾ. അവരിങ്ങനെ അവരുടെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അവരിങ്ങനെ കുലുക്കിയിട്ട് പറയില്ല, അയ്യോ അടിപൊളിയായി, മിടിക്കുക കേട്ടോ, അങ്ങനെ തന്നെ വേണമായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി എന്നൊക്കെ അവർ പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. നിരന്തരമുള്ള ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കെതിരെ ഇനിയെങ്കിലും പ്രതികരിക്കണമെന്നൊരു തോട്ട് ഉണ്ടാകുന്നത് എങ്ങനെയായിരുന്നു? ഇനിയും അതാണ് ഞാൻ ഈ പറഞ്ഞ ആ വലിയ സെന്റൻസിൽ മുഴുവനുണ്ടത്. കാരണം ഞാൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ഫേക്ക് ഐഡികളിൽ നിന്നോ ഒക്കെ ആയിരുന്നെങ്കിൽ അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ സൈലന്റ് ആയിരുന്നു ആ സമയം മുഴുവൻ. അപ്പൊ അതെന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി എനിക്കെതിരെ ഒരു അത്രയും ആളുകൾ കൂടി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എന്റെ നേരെ മുന്നിൽ നിന്നിട്ടാണ് അദ്ദേഹം ഈ പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധൈര്യം കിട്ടണമെങ്കിൽ ചിലപ്പം ഞാൻ സൈലന്റ് ആയി എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പൊ അദ്ദേഹത്തെ പോലെ അതേ മനോവൈകല്യമുള്ള ആളുകളിലേക്ക് ഒരു പദപ്രയോഗം നടത്തി എന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക, ഇനി നിങ്ങൾ ശരിയാക്കിക്കോ, ഇതാ ഞാൻ തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ. അത് ഇതുവരെയും ഈ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വരുന്നത് വരെയും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചേക്കുന്നത്. അപ്പോ അതിന് വേണ്ട എന്നുള്ളത് നമ്മൾ പറയില്ലേ, നമ്മൾ മടുക്കും കുറെ കഴിയുമ്പോൾ. ഇത് എന്നെ മാത്രമല്ല, എന്റെ വീട്ടുകാരെ ബാധിക്കുകയാണ്, എന്റെ റിലേറ്റീവ്സിനെയും ബാധിക്കുകയാണ്. കാരണം സ്ലട്ട് ഷെയ്മിംഗ് ആണ്. ഞാൻ പണം വാങ്ങിച്ചിട്ട് അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ എന്തും എന്നോട് പറയാം. ഞാൻ പണം വാങ്ങിച്ച് തന്നെയാണ് ബോബി ചെമ്മണ്ണൂറിന്റെ പ്രോഗ്രാമിന് പോയേക്കുന്നത്, ഒരു ഡൗട്ടും വേണ്ട. ഞാൻ പണം വാങ്ങിച്ച് ചെയ്യുന്ന പ്രോഗ്രാമുകളുണ്ട്, പണം വാങ്ങിക്കാതെയും ചെയ്യുന്ന പ്രോഗ്രാമുകളുണ്ട്. രണ്ടിനും ഞാൻ ഈക്വൽ ഇമ്പോർട്ടൻസും ഈക്വലിയാണ് ഞാൻ അവിടെ നിൽക്കുന്ന സമയവും എല്ലാം ഒരേപോലെയാണ്, ഡ്യൂറേഷനും എല്ലാം ഒരേപോലെയാണ്. ഈ പണം വാങ്ങിച്ച് ഞാൻ അവിടെ പോകുമ്പം ഞാൻ അദ്ദേഹത്തിന്റെ ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്താ പോകുന്നത്, ആ പ്രസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്ത് പോവുകയാണ്, അല്ലാതെ ഒരു വ്യക്തിയെ അല്ല ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇനാഗുറേഷൻ ഞാൻ പോകുമ്പോൾ. അതൊരു ബിസിനസിന്റെ ഭാഗം കൂടിയാണ്. എന്തുകൊണ്ടാണ് അവർ സെലിബ്രിറ്റീസിനെ വെക്കുന്നത്? ഒരു പബ്ലിക് അട്രാക്ഷൻ കുറച്ചും കൂടിയും കിട്ടും. അന്നത്തെ ദിവസം മറ്റേത് ദിവസത്തേക്കാൾ കൂടുതലും സെയിൽസ് അവിടെ നടക്കും. അതൊരു റിയാലിറ്റിയാണ്. അതല്ലാതെ അതൊരു ആരും എനിക്കോ അല്ല എന്നെ പോലുള്ള മറ്റ് സെലിബ്രിറ്റീസ്, ഇനോഗ്രേഷൻ ചെയ്യുന്ന സെലിബ്രിറ്റീസിന് ഒരു ഔദാര്യം ചെയ്ത് കൊടുക്കുന്നതല്ല. അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്റെ പൈസ മേടിച്ചു തന്നതുകൊണ്ട് എന്തും എനിക്ക് പറയാമെന്നുള്ള അതൊക്കെ അതങ്ങ് കയ്യിൽ വെക്കുകയുള്ളൂ. ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ വ്യക്തിയെ പറ്റിയൊന്നും ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അദ്ദേഹത്തെ പറ്റിയൊന്നും എനിക്ക് മെൻഷൻ ചെയ്യാനേ താല്പര്യമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കണം എന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിനപ്പുറത്തേക്ക് ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞ് എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല. പക്ഷേ ഹണി ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സപ്പോർട്ടിനേക്കാൾ ഉപരി ചിലര് പറയുന്നുണ്ട് ഞങ്ങൾക്കും ഇത്തരത്തിൽ നേരിട്ടിട്ടുണ്ട്. ഒത്തിരി ആളുകള് അതാണ് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്നല്ല അതിന് പറയേണ്ടത്. ഇത് അനുഭവിക്കാത്ത മനുഷ്യരില്ല. സ്ത്രീകളും LGBT കമ്മ്യൂണിറ്റി അവരൊക്കെ ഭയങ്കര മോശമായിട്ട് ഇത് ഫേസ് ചെയ്തേക്കുന്ന ആളുകളാണ്. ഒരു മനുഷ്യ രൂപം എന്നുള്ളത് പോലും കൺസിഡർ ചെയ്യാതെ അത്രയും വൃത്തികെട്ട രീതിയിലാണ് അവരൊക്കെ അറ്റാക്ക് നേരിടുന്നത് സമൂഹത്തിൽ നിന്ന്. അത്
പുരുഷന്മാരും ഉണ്ട്, ഇത് തന്നെ ഫേസ് ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ട്. അപ്പൊ സ്ത്രീകളും എല്ലാ കമ്മ്യൂണിറ്റിയിലുമുള്ള ആളുകളും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സപ്പോർട്ട്. ഇതിനെ ഒരു അറുതി വേണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും കേരളത്തിലോ ഇന്ത്യയിലോ ഈ ലോകത്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. ഇതിപ്പോ ഇത് ഈ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിയുമ്പോൾ ഇതൊരു പിന്നെ ഒരു വാർത്തയല്ലാതെ ആവും, ഉറപ്പാണ്. പക്ഷെ വീണ്ടും ഈ അറ്റാക്കിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഈ പറയുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെ, കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ അതേ മനോനിലയുള്ള ആളുകൾ. ആ വ്യക്തിയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇനി എനിക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് ഞാൻ നേരിടാൻ ഒരുക്കമായിട്ട് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. സൈബർ അറ്റാക്കിംഗ് ആയിരിക്കാം, ചിലപ്പം നേരിട്ടുള്ള ഫിസിക്കൽ അറ്റാക്ക് ആയിരിക്കാം, നമുക്കറിയില്ല എന്താ ഏത് രീതിയിൽ വരും. അത് വിളിച്ചെന്നെ വാൺ ചെയ്യാത്ത ആളുകളില്ല, അത്രയും ആളുകൾ ഇതിനെന്റെ അടുത്ത് പറയുകയും ചെയ്തു. അതിനെല്ലാം നേരിടാൻ തന്നെ ഒരുങ്ങിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഭീഷണി കോളുകൾ എന്തെങ്കിലും വന്നോ ഈ പരാതി കൊടുത്തതിന് ശേഷം? ഇല്ല, ഭീഷണി കോളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇനാഗുറേഷന് പോകുന്ന ഇപ്പൊ ഹണി അല്ലാതെ മറ്റ് നടിമാരും അടക്കം, അതുപോലെ സോഷ്യൽ സെലിബ്രിറ്റികളും ഒക്കെ പോകുന്നുണ്ട്. അവരൊക്കെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നേരത്തെ ഹണി സൂചിപ്പിച്ചതുപോലെ, എവിടെയാണ് ഇവർ ഞങ്ങളുടെ ക്യാമറകൾ ഫോക്കസ് ചെയ്യുന്നത്, ഇവരുടെ ക്യാമറകൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല, വല്ലാതെ വേട്ടമൃഗങ്ങളാക്കപ്പെടുകയാണെന്നാണ് അവർ പറയുന്നത്. എക്സാക്ട്ലി അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ എന്റെ വസ്ത്രധാരണത്തിൽ വൾഗാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നത് ചില വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇത് എങ്ങനെ ഇവരിത് എടുത്തു എന്ന് നമ്മൾ ചിന്തിക്കും. കാരണം പലതും എഡിറ്റഡ് ആണല്ലേ, പലത് എഡിറ്റഡ് ആണ്, പലതും നമ്മളൊരു സാരി ഒന്ന് കറക്റ്റ് ചെയ്യുന്ന ഒരു നിമിഷത്തിലായിരിക്കും ഇവരിത് ക്യാപ്ചർ ചെയ്യുന്നത്. നമ്മൾ അറിയില്ല, നമ്മളൊരു ചടങ്ങിന്റെ ഭാഗമായിട്ട് നിൽക്കുകയല്ലേ. നമ്മള് ശരീരം എത്രയൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ ഓടി നടക്കുന്നു, ആളുകളെ കാണുന്നു, ഫോട്ടോ എടുക്കുന്നു. നമ്മൾ ഒരിക്കലും നമ്മൾ ഈ വസ്ത്രം നമ്മൾ വീട്ടിൽ നിന്ന് ധരിച്ചു പോയ അതേ രൂപത്തിൽ അത് അതേപോലെ, അല്ലെങ്കിൽ നമ്മൾ വല്ല ഗം ചെയ്ത് ഒട്ടിച്ചു വെക്കേണ്ടി വരും വസ്ത്രങ്ങൾ. അങ്ങനെ ഇരിക്കില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ഇത് ഇവരെവിടെ നിന്ന് ഇത് ക്യാപ്ചർ ചെയ്യുന്നു എന്നുള്ളത് ഒരാൾക്കും അറിയാൻ പറ്റില്ല. അനശ്വര രാജൻ ഒരിക്കൽ ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അനശ്വര അടക്കമുള്ള യുവനടിമാരടക്കം പറയുന്നുണ്ട്, ഇവരെ എവിടെ നിന്നാണ്, തലയുടെ മേളയിൽ നിന്നാണോ ക്യാമറ വെക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. തലയുടെ മേളയിൽ നിന്നും ഏറ്റവും ലോ ആംഗിളിൽ നിന്നും ഏറ്റവും വൃത്തികെട്ട ആംഗിളിൽ നിന്നുമാണ് എപ്പോഴും ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നത്. നമ്മൾ അറിയാറില്ല. അതിനെല്ലാം ഒരു അറുതി വേണം. അതിനെല്ലാം കൂടിയായിട്ടാണ് ഈ ഒരു പോരാട്ടം. ഓക്കെ.